ദേശസ്നേഹം എന്നത് ഒരു മുസ്ലിമിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദേശസ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. തന്റെ മാതൃരാജ്യത്തോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും കൂറുമുള്ള ഓരോ മുസ്ലിമും പക്ഷേ വന്ദേ മാതരം എന്തുകൊണ്ട് ചൊല്ലാൻ കഴിയില്ല എന്നത് ഇതര മതസ്ഥർ മനസ്സിലാക്കുക. ഏകദൈവമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മറ്റു മതസ്ഥരോട് ബഹുമാനവും സ്നേഹവും കാണിക്കണം എന്ന് പഠിപ്പിക്കുന്നതും ഇസ്ലാമാണ്. അവരുടെ വിശ്വാസത്തെ കളിയാക്കരുതെന്നും അവയെ ബഹുമാനിക്കണം എന്നും പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം. പക്ഷേ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണ്. അതിൽ വിട്ടുവീഴ്ചകളില്ല. എന്തുകൊണ്ട് ഒരു മുസ്ലിമിന് വന്ദേമാതരം പാടാൻ കഴിയുന്നില്ല? നീയാണ് വിദ്യയും ധർമ്മവും ഹൃദയവും മർമ്മവും, നീയാണ് ശക്തി ഭക്തി, നിന്റെ പ്രതിമ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നിർമ്മിക്കുന്നു. നീ ദുർഗയാണ്, ലക്ഷ്മിയാണ്, സരസ്വതിയാണ്. 7 കോടി ഗണ്ഡങ്ങളുടെ ശബ്ദം, 14 കോടി കൈകളിൽ വാൾ പിടിച്ച് ശത്രുക്കളെ നശിപ്പിക്കുന്ന ദേവിയെ ഞങ്ങൾ നമിക്കുന്നു. ശ്യാമളയും സരളയും സൗമ്യയും അലങ്കൃതയും ഭൂമിയെ ഭരിക്കുന്ന മാതാവെ ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ഒന്നാണ് വന്ദേ മാതരം. അങ്ങനെയെങ്കിൽ ഈ മതേതര രാജ്യത്തെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്നതാണ് അത്. എല്ലാത്തിനേക്കാളും ഉപരി ഒരു മുസ്ലിമിന്റെ വിശ്വാസമായ അള്ളാഹുവാണ് ഏകദൈവം എന്നതിനെ ഹനിക്കുന്ന ഒരു പ്രവണതയാണ് അത് എങ്കിൽ ഒരു മുസ്ലിമിന് എങ്ങനെ അത് പാടാൻ കഴിയും? സഹോദര മതസ്ഥർ ഇത് മനസ്സിലാക്കുക.